സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. മില്ലേനിയം ഡെവലപ്മെന്റൽ ഗോൾസിന്റെ തുടർച്ചയിൽ വന്നതാണ്. യൂണിവേഴ്സിലെ എല്ലാ രാജ്യങ്ങൾക്കും അപ്ലിക്കബിൾ ആണ് എന്ന കാര്യവും നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഒരു പ്രത്യേകത അത് ലീഗലി ബൈൻഡിങ് ഒന്നുമല്ല, പക്ഷെ അവർ എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ ഗവൺമെന്റിനും അതിന്റെ അവർ ഓണർഷിപ്പ് എടുക്കണം എന്നത് തന്നെയാണ് താല്പര്യം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് ഓരോ വർഷങ്ങളിലും നടന്നിട്ടുണ്ട്. SDG നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ച് പോകാം. 17 SDG ആണുള്ളത്. ഇത് നമ്മൾ MDG പോലെ കുറഞ്ഞ എണ്ണല്ല, കുറച്ചധികം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു നമ്പർ വൈസ് ഓർത്തു വെക്കുക എന്നുള്ളത് നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് നിർബന്ധമായിട്ട് നമ്മൾ ഓർത്തു വെക്കുന്നത് എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. നോ പോവേർട്ടി ഒന്നാമത്തേതാണ്. രണ്ടാമത്തേത് സീറോ ഹങ്കർ. തേർഡ്, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഫോർത്ത്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസെന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, reduced inequalities, sustainable cities and communities, responsible consumption and production, climate action, life below water, life on earth, peace, justice and strong institutions, partnerships for the goals. ഇതാണ് 17 SDG. 17 SDG ഓർത്തു വെക്കാൻ ഞാൻ ചെറിയൊരു എൻ്റെ ഒരു ചെറിയ സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ക്യാൻ ഷെയർ ദാറ്റ്. ഡിസ്ക്ലെയിമർ ഉണ്ട്, ഇതൊക്കെ കുറച്ചൊരു ക്രിഞ്ച് പരിപാടിയാണെന്ന് അറിയാം, പക്ഷെ ഹെൽപ്ഫുൾ ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് പോവർട്ടി, സെക്കൻഡ് വൺ സീറോ ഹങ്കർ. ഇതാണ് ഒന്നും രണ്ടായിട്ട് വരുന്നത്. ഇത്തവണ കഥാപാത്രം മാറിയിട്ടുണ്ട്. അപ്പു ആണ്. ഒരു ചെറിയ വില്ലേജിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിയാണ്. ഹങ്കർ എല്ലാ സമയത്തും അവരുടെ കൂടെ ഉണ്ട്, പക്ഷെ പ്രതീക്ഷ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. ഹി dreamt of a world where no one is poor and no one went to bed hungry. അപ്പൊ നോ പോവർട്ടി, സീറോ ഹങ്കർ, ഇതായിരുന്നു രാമുവിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വപ്നം. അങ്ങനെ രാമു ഒരിക്കൽ കേൾക്കാണ് സ്കൂളിൽ ഉച്ചയൂണ് നൽകുന്നുണ്ട്, മിഡ് ഡേ മീൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നു. അപ്പോൾ രാമുവിന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ആ ഒരു നേരത്തെങ്കിലും നല്ല വൃത്തിയിൽ ഭക്ഷണം കിട്ടുമല്ലോ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുമല്ലോ എന്നുള്ള ഒരു ധാരണയിൽ അവരെല്ലാരും കൂടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ SDG 3 വരുന്നത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉച്ചക്കെങ്കിലും സ്കൂളിൽ നിന്ന് ലഭിക്കും. അപ്പൊ നാലാമത്തേതായിട്ട് വരുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. ഇങ്ങനെ നാലാമത്തെ വയസ്സിൽ നാലാമത്തെ പോയിന്റ് ആണ് കേട്ടോ, നാലാമത്തെ ഗോളാണ്. നാലാമത്തെ വയസ്സിൽ അപ്പു സ്കൂളിലേക്ക് സ്വപ്നങ്ങൾ പേറി സ്കൂളിലേക്ക് നടന്നു പോവാണ്. ഇതാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. നാലാമത്തെ വയസ്സെന്നുള്ള എനിക്ക് ഓർത്തു വെക്കുക. മൂന്നാമത്തേതായിട്ട് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ഉച്ചയൂണ് ഓർത്തു വെക്കുക. അങ്ങനെ കണക്ട് ചെയ്ത് പോവാം. ദെൻ ആസ് യൂഷ്വൽ സ്കൂളിൽ പോയ സമയത്ത് രാമുവിനുണ്ടാകുന്ന ആദ്യത്തെ റിയലൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, സോറി അപ്പുവിനാണല്ലേ, രാമുവിനുണ്ടായതുപോലെ തന്നെ ഒരു റിയലൈസേഷൻ അവിടെ ഉണ്ടാവുകയാണ്. ബോയ്സ് ആൻഡ് ഗേൾസ് ഷുഡ് ബി ഓൾവേസ് ട്രീറ്റഡ് ഈക്വലി. ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചുള്ള ഒരു ആദ്യ ബാലപാഠങ്ങൾ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നു. അന്ന് മുതൽ രാമു കുട്ടികളുടെ ഗേൾസിന്റെ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ഇക്വാലിറ്റി ബിൽഡ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്യും എന്നുള്ളത് രാമു തീരുമാനിക്കുന്നു. ജെൻഡർ ഇക്വാലിറ്റി. അങ്ങനെ രാമു വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അമ്മയും സിസ്റ്ററും ഒക്കെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ രാമു ചിന്തിക്കുകയാണ്, ഇത് അവരുടെ മാത്രം പണിയല്ലല്ലോ, ഞാനും ഇൻവോൾവ് ആകേണ്ട, ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട പരിപാടിയാണല്ലോ എന്ന് രാമു ചിന്തിക്കുന്നു. അങ്ങനെ ക്ലീനിങ് പരിപാടിയിലും സാനിറ്റേഷന്റെ വെള്ളം കൊണ്ടുവരാനും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനൊക്കെ രാമും കൂടെ ഒന്നിച്ചു ചേരുന്നു. അപ്പൊ അതിൽ ആ ഒരു ക്ലീൻ വാട്ടർ, സാനിറ്റേഷൻ എന്നുള്ള രണ്ട് കാര്യങ്ങൾ അവിടെ നമുക്ക് കിട്ടും. SDG 6. 4-ാം വയസ്സിൽ സ്കൂളിൽ പോയ രാമു അവിടുന്ന് ഒരു വലിയ തിരിച്ചറിവായിട്ടാണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. ജെൻഡർ ഇക്വാലിറ്റി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ എല്ലാ ദിവസവും കിലോമീറ്ററുകളോളം നടന്ന് വെള്ളം കൊണ്ടുവരുന്ന അമ്മയെയും പെങ്ങളെയും കാണുന്നു. സാധാരണ ഒന്നും ഒട്ടും ഒരു വികാര മാറ്റങ്ങളും ഇല്ലാണ്ട് ആ കാഴ്ച കണ്ടിരിക്കുന്ന അപ്പു അന്നൊരു കാര്യം തീരുമാനിക്കുകയാണ്, ഇത് ഐ ആൾസോ ഹാവ് ഈക്വൽ റെസ്പോൺസിബിലിറ്റി ടു കോൺട്രിബ്യൂട്ട്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാനും ചെയ്യേണ്ടതാണ്. അങ്ങനെ വെള്ളം കൊണ്ടുവരാനും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനും സാനിറ്റേഷനും ക്ലീൻ വാട്ടറിനൊക്കെ വേണ്ടിയിട്ട് രാമും കൂടെ ഒന്നിച്ച് അവരുടെ കൂടെ പണിയെടുക്കുകയാണ്. അങ്ങനെ രാമു പഠനത്തിലേക്ക് അത്യാവശ്യം മികവുള്ള കുട്ടിയായിരുന്നു. അങ്ങനെ നാട്ടില് പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ഒന്നും എത്തിയിട്ടില്ല. എല്ലാ സമയത്തും പറഞ്ഞ പോലെ മണ്ണെണ്ണ വിളക്കൊക്കെ ഇങ്ങനെ കെട്ടുപോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. രാമു കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടിയായതുകൊണ്ട് രാമു സോളാർ എനർജി അത് ഉപയോഗിച്ച് നാട്ടില്
വീട്ടിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഇതാണ് അടുത്തതായിട്ട് വരുന്നത്. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. അങ്ങനെ 8 വർഷമാക്കണ്ട, 18 വർഷമായിക്കോട്ടെ. 18 വർഷത്തെ പഠന സബരിക്ക് ശേഷം, അപ്പൊ SDG 8 അവിടെ ഓർത്തു വെക്കണം. 18-ൽ 8 എടുത്താൽ മതി. 18 വർഷത്തെ നീണ്ട പഠന സബരിക്ക് കൊടുക്കം ഇദ്ദേഹത്തിന് ഒരു നല്ല ഡീസെന്റ് ആയിട്ടുള്ള ജോബ് ലഭിക്കുകയാണ്. അടുത്തൊരു നിയർ ബൈ ടൗണിലാണ് ജോബ് ലഭിക്കുന്നത്. അങ്ങനെ അവിടേക്ക് പോകുന്നു. ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ സമ്പത്തൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കുന്നു. ഡീസെന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, SDG 8. അപ്പോൾ 18 വർഷം എന്നുള്ളത് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ആ 8 നമുക്ക് SDG 8 എന്ന് മനസ്സിലാക്കാം. 18 വർഷത്തെ പഠനത്തിന് ശേഷം ഒരു ഡീസെന്റ് ജോബ് കിട്ടുന്നു. എക്കണോമിക് ഗ്രോത്ത് മെല്ലെ മെല്ലെ സംഭവിക്കുന്നു. പക്ഷെ രാമു നാടിനോടും നാട്ടുകാരോടും കൂറുള്ളൊരു, രാമു അല്ലല്ലേ അപ്പു, നാടിനോടും നാട്ടുകാരോടൊക്കെ നല്ല കൂറുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിക്കുകയാണ്. ഒരു പട്ടണത്തിൽ പോയിട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്നതിനോട് രാമന് വലിയ താല്പര്യമില്ല. അപ്പൊ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. തന്റെ കുഗ്രാമത്തിൽ ചെറിയൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ കുറച്ചൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. നാട്ടിലെ കർഷകർക്കും സാധാരണക്കാർക്കും വേണ്ടിയിട്ട് നാട്ടിൽ തന്നെ ഒരു ചെറിയ ഇൻഡസ്ട്രി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. SDG 9. 18 വർഷത്തെ പഠനത്തിന് ശേഷം ജോലി ലഭിച്ചു, ഡീസെന്റ് ആയിട്ടുള്ള ജോബ് ലഭിച്ചു, ചെറിയ രീതിയിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാൻ തുടങ്ങി. പക്ഷെ രാമു നാടിനോട് കൂടുതൽ ആളായതുകൊണ്ട് തിരിച്ചു വരുന്നു. നാട്ടിലൊരു ചെറിയ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ അങ്ങനെ നാട്ടില് ജോലിക്കാർ, വില്ലേജേഴ്സിനൊക്കെ ഇൻഡസ്ട്രിയിൽ പണി കൊടുക്കുകയാണ്. അപ്പോൾ രാമു ഒരു കാര്യം അപ്പൊ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു, എല്ലാവർക്കും ഈക്വൽ വേജ്. അങ്ങനെ ഒരു മെൻ വിമൻ അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെ തന്നെ തുല്യ വേതനം കൊടുക്കും. അവിടെ റെഡ്യൂസ്ഡ് ഇൻഇക്വാളിറ്റി. ദെൻ ഹിസ് വില്ലേജ് ബിഗൻ ടു ഗ്രോ to rectangular blocks, building blocks to tall, something the villagers have never seen before. They looked like the number 11. അത് കുറച്ച് ഒപ്പിക്കലാണ്. അങ്ങനെ ഇനിക്വാലിറ്റി ഒക്കെ ഇല്ലാണ്ടായി. നാട് ഡെവലപ്പ് ആവാൻ തുടങ്ങി. നാട് ഇങ്ങനെ മെല്ലെ മെല്ലെ വളർന്നു വരാൻ തുടങ്ങി. നാട്ടില് സാധാരണ ഉണ്ടായിരുന്ന ഓലപ്പുരകളൊക്കെ മാറി ചെറിയ കെട്ടിടങ്ങളൊക്കെ ഉയർന്നു വരാൻ തുടങ്ങി. നാടിന്റെ കണ്ണായ സ്ഥലത്തൊരു 2 ബിൽഡിംഗ് അങ്ങനെ നെടുന്ന് നിൽക്കുന്നുണ്ട്. ഒരു 11 കണക്കെ രണ്ടിങ്ങനെ ബിൽഡിംഗ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. കുറച്ച് മുന്നേപ്പ് പരിപാടിയാണ്, പക്ഷെ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഒരു സസ്റ്റൈനബിൾ സിറ്റി മാതൃകയിൽ ഇങ്ങനെ 2 സിറ്റികൾ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. അതാണ് അതിൽ വരുന്നത്. ഒരു 11 എന്നുള്ള ആ ഒരു 2 അക്കം നിൽക്കുന്നത് പോലെ 2 ബിൽഡിങ്ങുകൾ നാടിന്റെ കണ്ണായ സ്ഥലത്ത് അങ്ങനെ പൊന്തി വന്നു. അങ്ങനെ ഈ സമയത്തും അപ്പു ഭയങ്കര റെസ്പോൺസിബിൾ ആണ്. നാട് വികസിക്കുന്നുണ്ട്. എന്നാൽ ഒരു 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 വഴിക്ക് മൂപ്പര് പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷനെയും പ്രൊഡക്ഷനെയൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തു. റീയൂസ്, റീസൈക്കിൾ, റെഡ്യൂസ് വേസ്റ്റ്, ഇത്തരം വിഷയങ്ങളിലൊക്കെ നാട്ടുകാരൊക്കെ ഉത്ബുദ്ധരാക്കി. അത്തരം വിഷയങ്ങൾ അവരെ ബദ്ധശ്രദ്ധരാക്കി എന്ന് ചുരുക്കം. അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. 13 എല്ലാവർക്കും, പല ആളുകൾക്കും ഒരു അൺലക്കി നമ്പറാണ്. ഒരു മാസം 13-ാം തീയതി ആ ഒരു ദുരന്തം, നാടിനെ നടുക്കിയ ഒരു ദുരന്തം സംഭവിക്കുകയാണ്, ഒരു ഡിസാസ്റ്റർ സംഭവിക്കുകയാണ്. അതാണ് ക്ലൈമറ്റ് ആക്ഷൻ. ഒരു ക്ലൈമറ്റ് ചേഞ്ച് അവിടെ സംഭവിക്കുകയാണ്. ആ നാടിനെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കിയ ഒരു ഭൂമി കുലുക്കം അവിടെ സംഭവിക്കുകയാണ്. 13 അൺലക്കി നമ്പർ എന്നുള്ളത് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദിസ് SDG 13 ക്ലൈമറ്റ് ആക്ഷൻ. നാട് എർത്ത് കേക്ക് ഉണ്ടായി. വില്ലേജ് ആകെ വറ്റി വരണ്ടു. ചെറിയ കുളങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നതിലും മീനുകളൊക്കെ അപ്രത്യക്ഷരാവാൻ തുടങ്ങി. ഉള്ള വെള്ളം തന്നെ പറ്റേ അലമ്പാവാൻ തുടങ്ങി. ലൈഫ് ബിലോ വാട്ടർ, SDG 14 ത്രെറ്റൻഡ് ആയി. അതാണ് 14-ാമത്തേതായിട്ട് വരുന്നത്. 13-ാമത്തെ ക്ലൈമറ്റ് ആക്ഷൻ, ക്ലൈമറ്റ് ചേഞ്ച് സംഭവിച്ചു, വലിയൊരു ഡിസാസ്റ്റർ സംഭവിച്ചു. 14-ല് നമ്മളെ വെള്ളത്തിന്റെ അണ്ടറിലുള്ള ജീവികളൊക്കെ നശിച്ചു പോകാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ലൈഫ് ഓൺ ലാൻഡ് ബുദ്ധിമുട്ടായി. കരയിലുണ്ടായിരുന്ന ചെറിയ ഫോറസ്റ്റ് ഒക്കെ മെല്ലെ സൈലന്റ് ആവാൻ തുടങ്ങി. പക്ഷികൾ പാടുന്നത് നിർത്തി, മൃഗങ്ങളെ കാണാണ്ടായി. ലൈഫ് ഓൺ ലാൻഡ് ഈസ് ആൾസോ ത്രെറ്റൻഡ്. അപ്പൊ ആ ഒരു സാധനം SDG 15 എന്നതിലേക്ക് ഓർത്തു വെക്കാം. അങ്ങനെ വെള്ളം കുറഞ്ഞുപോയി. ആളുകൾക്കിടയിൽ ചെറിയ ടെൻഷൻ തുടങ്ങാൻ തുടങ്ങി. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി. ഒരു ചെറിയ ഡിസ്പ്യൂട്ടൊക്കെ ആളുകൾക്കിടയിൽ അങ്ങനെ ഇങ്ങനെ റിസോഴ്സസ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ആളുകൾ വയലന്റ് ആവുക എന്നുള്ളത് വളരെ സ്വാഭാവികമുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം ലഭ്യമല്ല, കൃത്യമായിട്ട് ഭക്ഷണങ്ങളോ മറ്റോ അവൈലബിൾ അല്ല, കുറെ ലാൻഡും വാട്ടറും ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയ കോൺഫ്ലിക്റ്റുകളൊക്കെ രൂപപ്പെട്ടു. അപ്പൊ അവിടെ പീസ്, ജസ്റ്റിസ്
ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പു തന്നെ മുന്നോട്ട് വരികയാണ്. ആ ഒരു ഫെയർനെസ്സും ഒരു കാംനെസ് ഒക്കെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പു പണിയെടുക്കുകയാണ്. പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. അങ്ങനെ ഫൈനലി പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. നാട് കുറച്ച് പ്രതിസന്ധിയിലായി, പക്ഷെ രാമുവിന് കണക്ഷൻസ് ഉണ്ട്. രാമുവിന് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലുള്ള ആളുകളെ പരിചയമുണ്ട്. അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഈ നാട്ടിലെയും നാട്ടുകാരുടെയും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അപ്പു വേണ്ട പണികളൊക്കെ ചെയ്യാണ്. പാർട്ട്ണർഷിപ്സ് ഫോർ ദ ഗോൾസ്, അതാണ് ഫൈനലായിട്ട് വരുന്നത്. സംഗതി ചെറിയ ക്രിഞ്ച് പരിപാടിയാണ് എന്ന് എനിക്കറിയാം, ബട്ട് ഹവർ ഫോർ ദ സേക്ക് ഓഫ് സ്റ്റഡി അതൊക്കെ നല്ലതായിരിക്കും. ഒന്ന് ഓർത്ത് നോക്കിയേ, കഥ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. ഒന്നാമത്തേതായിട്ട് അപ്പുവിനെ കുറിച്ച് ഓർക്കുക. അപ്പു പോവർട്ടി ഇല്ലാത്ത, വിശപ്പില്ലാത്ത ഒരു ലോകം സ്വപ്നം കണ്ടു. നോ പോവർട്ടി, സീറോ ഹങ്കർ. ആ സമയത്താണ് സ്കൂളിൽ, അടുത്തുള്ള ഒരു LP സ്കൂളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയുന്നത്, ഉച്ചയൂണ് കൊടുക്കുന്നുണ്ടെന്നുള്ള അറിയുന്നത്. അത് ഒരു ഹെൽത്ത് അറ്റ്ലീസ്റ്റ് എങ്കിലും ഒന്ന് നന്നായിട്ട് നിലനിർത്താൻ അത് ഹെൽപ്ഫുൾ ആവുന്നുള്ള ധാരണയോടുകൂടെ വീട്ടുകാർ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു. മൂന്നാമത്തേതാണ്. 4-ാമത്തെ വയസ്സിൽ അങ്ങനെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്കൂളിന്റെ പടിവാതിൽ കിടക്കുന്നു. സ്കൂളിൽ എത്തുന്ന സമയത്ത് ആദ്യം റിയലൈസ് ചെയ്യുന്നത് മെൻ ആൻഡ് വുമൺ ആർ ഈക്വൽ. ആ ഒരു വലിയ റിയലൈസേഷൻ ഉണ്ടാകുന്നു. സാധാരണ രീതിയിൽ എല്ലാ പണികളും വീട്ടിലെ അമ്മയും സിസ്റ്ററെയും ഏൽപ്പിച്ചിരുന്ന അപ്പു വെള്ളം കൊണ്ടുവരാനും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനൊക്കെ, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ, അവരെ ഹെൽപ്പ് ചെയ്യുന്നു. പഠനത്തിൽ മികവ് കാണിച്ച അപ്പു ചെറിയ രീതിയിൽ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, സോളാർ എനർജി ഒക്കെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വീടിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. 18 വർഷത്തെ പഠന സൗകര്യക്കൊടുക്കം ഒരു നല്ല ജോബ്, ഡീസെന്റ് ആയിട്ടുള്ള ഒരു ജോബ് ലഭിക്കുന്നു. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു. നാടിനോട് കൂറുള്ള അപ്പു തിരിച്ചു വരുന്നു. നാട്ടിലൊരു ചെറിയ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നു. താൻ തുടങ്ങുന്ന ഇൻഡസ്ട്രിയിൽ കൃത്യമായിട്ടും ഇനിക്വാലിറ്റി ഉണ്ടാവില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുന്നു. എല്ലാവർക്കും തുല്യവേതനം ഉറപ്പുവരുത്തുന്നു. നാട് മെല്ലെ മെല്ലെ വികസിക്കുന്നു. ഒരു 11 എന്ന ലെറ്റർ നിൽക്കുന്നത് പോലെ രണ്ട് നല്ല ബിൽഡിങ്ങുകൾ ആ ഒരു ഗ്രാമത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഉയർന്നു വരുന്നു. ആ സമയത്ത് രാമു അപ്പു റെസ്പോൺസിബിൾ ആണ്. കൺസപ്ഷനും പ്രൊഡക്ഷനും ഒക്കെ വളരെ കൃത്യമായിട്ട് വേണം, റീസൈക്ലിംഗ് വേണം എന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്യുന്നു. അങ്ങനെ നല്ല സ്മൂത്തായിട്ട് പോകുന്ന ആ ഒരു സമയത്ത് നാടിന് നടക്കിയ ഒരു സംഭവം നടക്കുകയാണ്. അതൊരു മാസം 13-ാം തീയതി, അൺലക്കി ഡേ ആണ്. അന്ന് ഒരു വലിയ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുന്നു. ഭൂമി ഉൽക്കണ്ടാകുന്നു. അടുത്തുള്ള ജലാശയങ്ങളൊക്കെ വറ്റി വരളുന്നു. അതിലുള്ള മത്സ്യങ്ങളൊക്കെ ചത്തുപോകുന്നു. അടുത്തുള്ള കരയിലുള്ള എല്ലാ ജീവജാലങ്ങളും മരിച്ചു വീഴുന്നു. എല്ലാ റിസോഴ്സസും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോൾ ആളുകൾക്കിടയിൽ ചെറിയ വയലൻസും കോൺഫ്ലിക്റ്റ് ഒക്കെ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങുന്നു. ആ സമയത്ത് അപ്പോൾ പീസിനെയും ജസ്റ്റിസിനെയൊക്കെ അഡ്വക്കേറ്റ് ഉദ്ഘോഷിക്കുന്ന ഒരാളായിട്ട് അവിടെ നാട്ടിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ കണക്ഷൻസും ഉപയോഗിച്ച് പാർട്ട്ണർഷിപ്പിലൂടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള പണികൾ അദ്ദേഹം ചെയ്യുന്നു. ഇതാണ് SDG. അതിന്റെ ഒരു കഥയിലൂടെ ഓർത്തു വെക്കാൻ എൻ്റെ ഒരു ട്രിക്ക്. ഓക്കെ, ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതർവൈസ് യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം, പഠിച്ചാൽ മതി. പഠിക്കുന്നത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്കത് ക്വസ്റ്റ്യൻസ് നോക്കുന്നേരം അത് ക്ലിയർ ആകും. ഓക്കെ, ഓക്കെ ആണല്ലോ അല്ലെ? അതിൽ എന്തായാലും 1-2 സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ സിമ്പിൾ ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ആ 18 വർഷം പഠിച്ചു. 8-ാമത്തെ SDG ഗോൾ ഡീസെന്റ് വർക്ക്. 13-ാമത്തെ ഡേ അൺലക്കി ഡേ ആണ്. അന്നൊരു ക്ലൈമറ്റ് ആക്ഷൻ. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചിലപ്പോൾ എന്തായാലും എനിക്കത് ഹെൽപ്ഫുൾ ആണ്, നിങ്ങൾക്കും ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ട്രൈ ടു ആൻസർ. ചിലപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവില്ല, പക്ഷെ ട്രൈ ടു ഫൈൻഡ് ഇറ്റ്. ഒന്ന് ശ്രമിച്ചു നോക്കേ. What is the correct sequence from lower number to higher of the following related to sustainable development goals? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇതിൽ ഏറ്റവും കുറവെന്ന് കൂടുതലിലേക്ക്. അപ്പൊ ഏറ്റവും കുറവ് ഏതായിരിക്കും? BCDA പറഞ്ഞിട്ടുണ്ട്. BCDA, ദാറ്റ്സ് കൂൾ. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ, BCDA. പബ്ലിക്കേഷൻസ് ഇവിടെ നിങ്ങൾ SDG MDG ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ.
Targets are 169. Indicators are around 249. Publications are obviously കൂടുതലാണ് 1365. മേ ബി ഇനി അടുത്ത ടൈമിൽ ഇവന്റ്സോ ആക്ഷൻസ് ഒക്കെ ചോദിച്ചേക്കാം. അപ്പൊ അതിന്റെ ഒരു ഹൈറാർക്കിയോടെ നോക്കി വെക്കുക. പബ്ലിക്കേഷൻസ് 1365 ഇവന്റ്സ് 4070 ആക്ഷൻസ് 8539. അപ്പൊ ചോദിച്ച സെയിം ചോദ്യം ചോദിക്കൂല, ചിലപ്പോ അങ്ങനെ മാറ്റത്തിലൂടെ ഒക്കെ ചോദിക്കാം. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ആക്ഷൻസ് ആക്ഷൻസ് ആണ് നമ്പർ വൈസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഒന്ന് ഓർത്ത് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ UNDP സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസ്? ABDE. ഇപ്പൊ ഇതിനുള്ള ആൻസർ അല്ലേ? ഇപ്പൊ ഒന്നിനുള്ള അല്ലേ? ABENA. ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടോ? റെഡ്യൂസ് ഇൻഇക്വാളിറ്റീസ്. ലൈഫ് ബിയോണ്ട് വാട്ടർ. ബിയോണ്ട് വാട്ടർ അല്ലല്ലോ അല്ലെ? ആൻസർ പറഞ്ഞോളി. ADE. Gender equality, industry, innovation and infrastructure. Okay. നിങ്ങൾ ആൻസർ പറയുന്നത് എനിക്ക് കാണാത്തതാണോ? ഒന്ന് വോയിസ് ഓൺ ആക്കിയിട്ട് ആരെങ്കിലും പറയോ? വാട്ട്സ് ദ കറക്റ്റ് ആൻസർ? ABDE. ABDE. ഓക്കെ, ആ ഓപ്ഷൻ ഇതിലില്ല അല്ലേ? ആൻസറിലെ ഓപ്ഷൻ അങ്ങനെ കൊടുത്തില്ലല്ലോ. മേ ബി മൈ മിസ്റ്റേക്ക്. ഞാൻ ആഡ് ചെയ്തതിലുള്ള പ്രശ്നമായിരിക്കും. ഓക്കെ, Option C. ഓപ്ഷൻ സി ABDE. ഓക്കെ 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 ഓക്കെ, അവിടെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ക്ലിയർ ആണ്. സി ബിയോണ്ട് വാട്ടർ ആണ്. ബിയോണ്ട് വാട്ടറിലെ പ്രശ്നമാണ്. ബിയോണ്ട് ആയിരുന്നോ? ലൈഫ് ബിലോ വാട്ടർ ആണ് ശരിക്കും ഉണ്ടായിരുന്നത്. ചിലപ്പോൾ അവിടെയൊക്കെ കൺഫ്യൂഷൻ ആകും. കഥ ഉണ്ടാക്കുമ്പോൾ ടേമുകൾ മാറിപ്പോകാണ്ടിരിക്കാനും ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മളിപ്പോ കഥ പഠിച്ചാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഗോൾ 1 2 3 4. ആൻസർ ചാറ്റിൽ ഇട്ടോളൂ കേട്ടോ. ആൻസർ എ. ഗോൾ 1, promote gender equality and empowerment, reduce child mortality, eradicate extreme b is equal to 4, achieve universal primary education. It's equal to 3. B is equal to 4. Okay, option A is the right answer. ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്തതിൽ ഓപ്ഷൻസ് പറയുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടല്ലേ? അതിൽ ABCD എന്ന് കൊടുക്കായിരുന്നു. ഞാനത് കൊടുക്കാത്തതിൽ ഒരു മിസ്റ്റേക്ക് വന്നു. റിയലി സോറി. എനിവേ, ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആ ഓർഡറിൽ തന്നെ ഓർത്ത് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസും വരും കേട്ടോ.
ഏതൊക്കെയാണ് കറക്റ്റ്? എ ആൻഡ് സി ഓൺലി. 2035 അല്ല, 2030 ആയിരുന്നു. അതുകൂടെ കറക്റ്റ് ആവുകയാണെങ്കിൽ മൂന്നും ശരിയാവുമായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു റിപ്പോർട്ട് 2025 റിപ്പോർട്ട് ഇപ്പൊ റീസെന്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ഡാറ്റ ചിലപ്പോ ചോദിച്ചേക്കാം. ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടില്ല, പക്ഷെ ഐ എം എക്സ്പെക്ടിങ് സോ. 2025 ലിസ്റ്റ് പ്രകാരം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇവിടെ കൊടുത്തുള്ളത്. മുന്നിൽ നിൽക്കുന്ന 10 രാജ്യങ്ങൾ: ഫിൻലാൻഡ് 87, സ്വീഡൻ 85, ഡെൻമാർക്ക്, ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രിയ, നോർവേ, ക്രൊയേഷ്യ, പോളണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സീക്വൻസ് ഓർഡർ വരുന്നത്. ഇതിൽ ഇന്ത്യന്റെ സ്ഥാനം നമ്മൾക്ക് അതിലും ചെറിയൊരു പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. പിന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ലൈഡിൽ ഉണ്ടായിരുന്ന കണ്ടന്റ് മാറ്റേണ്ടി വന്നു. കാരണം ഇന്ത്യയുടെ 2025 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യന്റെ പ്രോഗ്രസ്, ഇന്ത്യ ആദ്യത്തെ 100ലേക്ക് ആദ്യമായിട്ട് ഇപ്പോഴാണ് കിടക്കുന്നത്. 99ാം സ്ഥാനത്താണ്. 193 രാജ്യങ്ങളിൽ 99ാം സ്ഥാനത്താണ് ഇപ്പൊ നിലവിൽ ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യന്റെ സ്കോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ 67ആണ്. ഔട്ട് ഓഫ് 100 67ആണ് ഇന്ത്യക്ക് ഇപ്പൊ നിലവിലുള്ള സ്കോർ. ഇന്ത്യന്റെ സ്ഥാനം 99ആണ്. ടോട്ടൽ 193 കൺട്രീസിൽ 99. ഇത് അത്യാവശ്യം നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ്. ലാസ്റ്റ് ടൈം 2024 109ാം സ്ഥാനത്തായിരുന്നു. 2023 112ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോ ഒറ്റ കുതിപ്പിന് നമ്മൾ എന്തായി 99ാം സ്ഥാനത്തെത്തി. ഐ റിയലി ഹോപ്പ് ഈ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യത കാണുന്നുണ്ട്. സോ റൈറ്റ് നോട്ട് ദിസ്. എൻ്റെ ഒരു ജെന്റിൽ അസംഷൻ ആണ്, ചിലപ്പോൾ സംഭവിച്ചേക്കാം. കാരണം അങ്ങനെ ഒരു പ്രോഗ്രസ് SDG റിപ്പോർട്ടിൽ സംഭവിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇനി ഇന്ത്യക്കും ഇന്ത്യന്റെ ഉള്ളിലുള്ള നമ്മളുടെ ഇന്റേണലി നമ്മൾക്ക് എത്രത്തോളം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഇൻഡെക്സ് ഉണ്ട്, SDG ഇൻഡെക്സ് ഉണ്ട്. അത് ലാസ്റ്റ് ആയിട്ട് 2023-24 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് വായിച്ചു നോക്കൂ. നിതി ആയോഗ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ 2015 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് സിസ്റ്റം. നമ്മൾ പ്ലാനിംഗ് കമ്മിഷനൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് നിതി ആയോഗ്. അപ്പോൾ അവരുടെ റിപ്പോർട്ടാണ് SDG ഇൻഡെക്സ്, ഇന്ത്യ ഇൻഡെക്സ് 2023-2024 എന്ന് പറയുന്നത്. അതിന്റെ ഒരു റിപ്പോർട്ടാണ് ആദ്യം കാണിച്ചു തരാം. ഇതിൽ നിതി ആയോഗിന്റെ എംബ്ലോം തൊട്ടടുത്തായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ എംബ്ലോം ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് വായിച്ചു നോക്കൂ. January 1 നിതി ആയോഗ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പ്ലാനിംഗ് കമ്മിറ്റിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു പോളിസി തിങ്ക് ടാങ്ക് സിസ്റ്റം. അതാണ് നിതി ആയോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ആ ഒരു ടേം ഓർത്തു വെക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, നമുക്ക് റിപ്പോർട്ടിലേക്ക് വരാം. SDG ഇന്ത്യ ഇൻഡെക്സ് 2023-24 2023-24 released by Niti Aayog in July 2024. അത് 4th എഡിഷൻ ആണ്. ഇതിൽ പറയുന്നത് പ്രകാരം കമ്പോസിറ്റ്സ് ഇന്ത്യസ് ഓവറോൾ SDG സ്കോർ ഇംപ്രൂവ്ഡ് ടു 71 in 2023-2024, up from 66 in 2020-2021 and 57 in 2018. അതിന്റെ ഒരു ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഇതിന്റെ ഒരു ആദ്യത്തെ സമയത്ത് 2018 ഇന്ത്യന്റെ ഒരു SDG സ്കോർ എന്ന് പറയുന്നത് നിതി ആയോഗിന്റെ കണക്ക് പ്രകാരം അവർ റിലീസ് ചെയ്ത പ്രകാരം 57 ആയിരുന്നു. 2019-20 അത് 60 ആയി, 2020-21 66 ആയി, 23-24 71 അപ്പൊ ഒരു പ്രോഗ്രസ് അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. 2018 നിന്ന് 23-24 വന്നപ്പോഴേക്ക് 71 ആയിട്ടുണ്ട്. നിതി ആയോഗിന്റെ കണക്ക് പ്രകാരം ഉള്ളതാണ്. ഇതില് നമ്മൾ സ്റ്റേറ്റുകളെയും യൂണിയൻ ടെറിട്ടറികളെയൊക്കെ അവരുടെ SDG സ്കോറിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പല കാറ്റഗറീസിലായിട്ട്. അതിൽ ആസ്പിറൻസ് ഉണ്ട്, പെർഫോമർ ഉണ്ട്, ഫ്രണ്ട് റണ്ണർ ഉണ്ട്, അച്ചീവർ ഉണ്ട്. അച്ചീവർ എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്തവർ. ആ ഒരു കണക്കിൽ ഇപ്പൊ ഇതുവരെ ആരും എത്തിയില്ല. ദർ ആർ ഫ്രണ്ട് റണ്ണേഴ്സ്, മുന്നിൽ പോകുന്ന ആളുകളുണ്ട് 65 to 99. പെർഫോമേഴ്സ് ഉണ്ട് 50 to 64.
ആസ്പിരൻസ് 0 to 49. ഇപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലൊരു നിങ്ങൾക്ക് ഈ പിക്ചർ ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡും കേരളയ്ക്കാണ് ആദ്യത്തിൽ നിൽക്കുന്നത്. 79 ആണ് സ്കോർ വരുന്നത്. താഴത്തേക്ക് ബീഹാർ ആണ് വരുന്നത്, 57 ആണ് വരുന്നത്. അപ്പോൾ 57 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആസ്പിരൻസിൽ ആരുമില്ല. പെർഫോമർ, ഫ്രണ്ട് റണ്ണർ, ഈ രണ്ട് കാറ്റഗറിയിലാണ് നമ്മളുടെ യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ സ്റ്റേറ്റ്സ് ഒക്കെ ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു കണക്കൂടെ ഓർത്തു വെക്കുക. 2023 2024 71 ആണ് സ്കോർ. സോഫർ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? എന്താണ് അവസ്ഥ? ഒന്ന് അപ്ഡേറ്റ് ചെയ്യോ? നമ്മൾ ക്ലാസ്സിന്റെ ഒരു സ്റ്റൈൽ ഓക്കെ ആണോ? എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ? ഓക്കെ ആണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് തൽക്കാലം ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് റെക്കോർഡിംഗ് കൂടെ ആവശ്യമായിരുന്നു, പക്ഷേ സൂമിൽ അതിന് ലിമിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ലിമിറ്റ് ½ കഴിഞ്ഞാൽ അത് കട്ടാവാണ്. എന്തെങ്കിലും അതിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനാണ് നോക്കട്ടെ. അതല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് പോകേണ്ടി വരും. അതല്ലെങ്കിൽ അരമണിക്കൂറിൽ അല്ലെങ്കിൽ 3/4 മണിക്കൂറിൽ ഒതുക്കേണ്ടി വരും. തൽക്കാലം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. 1 hour ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ ജോയിനിങ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.